പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒടുവിൽ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ പശ്ചിമ ബംഗാളിൽ അതിക്രൂരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും വലിയ രീതിയിൽ വെല്ലുവിളിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രതിച്ഛായയിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മമതാ ബാനർജി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം യുവ ഡോക്ടറെ കൊൽക്കത്തയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം നടന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു ഭയപ്പാടാണ്. നരേന്ദ്രമോദിയെ നരാധമനെന്ന് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് മമതാ ബാനർജിയാണെന്നുള്ളതിൽ തർക്കമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളുമായി പശ്ചിമ ബംഗാൾ കത്തിക്കാൻ തയ്യാറായി നിങ്ങൾ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ദില്ലി ഞങ്ങൾ കത്തിക്കും, ഉത്തർപ്രദേശ് ഞങ്ങൾ കത്തിക്കും, അതോടൊപ്പം തന്നെ ബീഹാറും മറ്റ് സംസ്ഥാനങ്ങളും ഞങ്ങൾ കത്തിക്കുമെന്ന് രാജ്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നേ വരെയും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാത്ത ഇത്രയ്ക്ക് നീചമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി അത് മമതാ ബാനർജിയാണ്. നമ്മൾക്കറിയാം, വർഷങ്ങളായിട്ട് അവിടെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഒരു തരത്തിലുമില്ല ഒരു സ്വാധീനം അത് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ 36 വർഷം ഭരിച്ച് ആ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും നശിപ്പിച്ചതിന് ശേഷം ജനങ്ങൾ ഏക പ്രതീക്ഷയായിട്ട് മുന്നോട്ട് എത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ നന്ദിഗ്രാമിൽ പാവപ്പെട്ട കർഷകരെ കൊലപ്പെടുത്തി അവിടെയുള്ള സാധാരണക്കാരെ ഭയത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള വലിയ ഒരു നിലപാടിലേക്ക് പോയതിന് ശേഷം ആ ഒരു നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും തങ്ങളുടെ രക്ഷക്കായിട്ട് ഒരു വ്യക്തി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് മമതാ ബാനർജിയാണെന്ന് ജനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലോ ഒരു സംഘടന എന്നുള്ള നിലയിലോ മമതാ ബാനർജിയെ വിശ്വാസമർപ്പിച്ച അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അവിടെ നേരിടേണ്ടി വന്നത് അതിക്രൂരമായിട്ടുള്ള പ്രതിസന്ധികളായിരുന്നു. നിരന്തരമായിട്ടുള്ള വർഗീയ സംഘർഷങ്ങൾ. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഭീകരവാദ സംഘടനകൾക്ക് സജീവമാകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരുപാട് നിലപാടുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗാളിൽ അവിടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് ഈ സംസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറി വരാനും അതോടൊപ്പം തന്നെ നിരവധി ബംഗ്ലാദേശ് നിവാസികളെ അഭയാർത്ഥികൾ എന്നുള്ള പേരിലേക്ക് ഈ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവിടെ റേഷൻ കാർഡും ആധാറും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭീകരവാദികൾക്ക് കുഴലൂത്ത് നടത്തുന്ന ഒരു സർക്കാരായിരുന്നു ഈ മമതാ ബാനർജിയുടെ കീഴിൽ പശ്ചിമ ബംഗാളിൽ ഇത്രയും കാലം തുടർന്ന് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയും കാലമായിട്ടുണ്ടായിരുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ രാജ്യത്തെ ഓരോ പൗരനും എത്രത്തോളം വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ തർക്കമില്ല. ഇവരുടെ ഭീകരമായിട്ടുള്ള പല മുദ്രാവാക്യങ്ങളും പ്രസ്താവനകളും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നുള്ള നിലയിലേക്ക് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാജ്യത്തെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലിരിക്കുന്ന ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മമതാ ബാനർജി മുട്ടുമടക്കി എന്ന് തന്നെ വേണം പറയാൻ. അവിടുത്തെ ഡോക്ടർമാർ കൃത്യമായിട്ട് സമരം പ്രഖ്യാപിച്ചുകൊണ്ട്
യുവ ഡോക്ടറുടെ മരണത്തിൽ വലിയ തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ആജീവനാന്തം ഇവിടെ സമരം തുടരുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളായിട്ട് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന, ഡോക്ടർമാരെ സമീപിക്കാൻ ശ്രമിക്കുന്ന സാധാരണ ജനങ്ങളെല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും മമതാ ബാനർജിയെ ശപിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു തരംഗം ഇപ്പോൾ മമതാ ബാനർജി രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കരഞ്ഞ് പിഴിഞ്ഞ് ആ ഒരു പോസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും പടിയിറങ്ങുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണോ പോലീസിൻ്റെയും അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെയും നിയന്ത്രണത്തിൽ ഒരു ഭരണ സംവിധാനം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സാധാരണ ജനങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോയിരുന്നു, ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കൃത്യമായിട്ട് ബംഗാളിലെ ജനത ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതം നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് പ്രക്രിയകൾ, അതോടൊപ്പം തന്നെ ഗുണ്ടകളെയും ജിഹാദികളെയും പാലൂട്ടി വളർത്തുന്ന തരത്തിലേക്കുള്ള ഒരുപാട് നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനതയിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് മമതാ ബാനർജി എന്നുള്ളതിൽ തർക്കമില്ല. ഇതുകൊണ്ടാണ് അവരുടെ വാശിയും കോപവും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തുകയും അവരുടെ വീടുകൾ ആക്രമിക്കുകയും അവരുടെ തൊഴിലിടങ്ങൾ ആക്രമിക്കുകയും പൂർണ്ണമായിട്ടും ഭീകരവാദികളെയും ഗുണ്ടകളെയും അഴിഞ്ഞാടിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഏകാധിപത്യം, ഹിറ്റ്ലറുടെ ഭരണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനമാക്കി പശ്ചിമ ബംഗാളിനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും ഒരുപോലെ കൊണ്ടുപോകാനാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണെന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായുടെ ഭാഗത്തു നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് വിവരങ്ങൾ പശ്ചിമ ബംഗാളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഭീകരവാദത്തെ പൂർണ്ണമായിട്ടും പിന്തുണക്കുന്ന നിലപാടുകളെക്കുറിച്ചും കൃത്യമായിട്ട് ഒരുപാട് സമയങ്ങളിൽ നിരന്തരമായിട്ട് പറഞ്ഞു. പക്ഷേ ഇതിനെയെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാതെ പൂർണ്ണമായിട്ടും തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മറ്റാരുമോട് പ്രവർത്തിക്കാൻ പാടില്ല, കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു സ്ത്രീ പശ്ചിമ ബംഗാളിൻ്റെ ഭരണത്തിൽ ഇത്രയും കാലം ഇരുന്നു കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക്, രാഷ്ട്രത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ സംവിധാനങ്ങളെ കൊണ്ടെത്തിക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതനം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വേട്ടയാടി നേടിയെടുത്ത ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുന്നിൽ അടിയറവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള മുട്ടുകുത്തലായിട്ട് ഇതിനെ കാണാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. നരേന്ദ്രമോദിക്ക് മുന്നിലും കേന്ദ്ര സർക്കാരിന് മുന്നിലും പ്രതിഷേധിച്ച നല്ലവരായിട്ടുള്ള ഡോക്ടർമാരുടെ മുന്നിലും യഥാർത്ഥത്തിൽ ഈ പൂതന രാഷ്ട്രീയം കളിച്ച മമതാ ബാനർജി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്ന് പോലും മുട്ടുമടക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പടിയിറങ്ങാൻ വേണ്ടിയിട്ടുള്ള രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് ഈ ഒരു സമയത്ത് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.